കോടതി വളപ്പിൽ അമ്പരപ്പും നൊമ്പരവും മാറാതെ സുധാകരൻ സജിത ദമ്പതികളുടെ മക്കളായ അതുല്യയും അഖിലയും. കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടെന്നും ചെന്താമരയെ പുറത്തുവിടാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അതുല്യ പറഞ്ഞു. പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതെ, ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഞങ്ങൾക്ക്. ഈ ഒരു കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് വധശിക്ഷ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ഒരു കേസിൽ ഇയാൾക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടല്ലോ കേസ്. അപ്പം അടുത്ത കേസിൽ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ തീർത്തും തൃപ്തരാണ്? അതെ, ഇയാൾ പുറത്തിറങ്ങരുത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ തീർത്തും തൃപ്തരാണ്? അതെ, പരോളോ ജാമ്യം കിട്ടുമെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്തു വിടരുത്. ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഇനിയിപ്പോ തുടർ മേൽക്കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല? വേണ്ട വേണ്ട വേണ്ട. ഇനി അടുത്ത കേസിൽ വേണ്ട ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ. സജിതയുടെ അമ്മ വന്നിട്ടുണ്ടോ? സഹോദരി വന്നിട്ടുണ്ടല്ലേ? എന്താണ്? എൻ്റെ മക്കൾക്ക് നാളേക്ക് ജീവിക്കും. എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ല ഉണ്ടാക്കിയതാണ്, അഡ്രസ്സ് ഇല്ല ഉണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക്. പിന്നെ അച്ഛനമ്മയ്ക്കും വയസ്സായതാണ്. എനിക്ക് ആങ്ങളമാരില്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി, മക്കൾക്ക് ജോലി കൊടുക്കണമെന്ന് പറയും. ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട്. അടുത്ത കേസും കൂടി വരുമ്പോൾ നമുക്ക് ഇപ്പൊ ജീവിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അച്ഛനമ്മേൻ്റെ കൂടിയാണ് ജീവിക്കുന്നത്, അപ്പാപ്പനും അമ്മേൻ്റെ കൂടി. പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജോലി കൊടുക്കാന്ന്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതും കൂടി മക്കൾക്ക് ഒന്ന് നോക്കണം. അവരുടെ കാര്യം നോക്കാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കാമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാവരും നിങ്ങൾക്കും ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.